കർത്താവിന്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ 40 ഡേയ്സ് വചന ധ്യാനത്തിന്റെ 11ാമത്തെ ദിവസത്തിലേക്ക് നമുക്ക് വരുവാൻ കർത്താവ് സഹായിച്ചു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതുമായ വചനങ്ങളും നിർദ്ദേശങ്ങളും ആലോചനകളും ഒക്കെ നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ, വിശേഷാൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അത് കൂടുതൽ ഊന്നൽ നൽകി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. വിശേഷാൽ ജിബി ആൻഡ് സിസ്റ്റർ ആനി ബോബൻ വളരെ നന്നായിട്ട് ലീഡ് ചെയ്തു. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. മേൽക്കുമേൽ കർത്താവ് നിങ്ങളുടെ മേൽ അധികം കൃപ നൽകുമാറാകട്ടെ. വളരെ നിയോഗത്തിൽ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഓരോരുത്തരിലും ദൈവാത്മാവ് അധിവസിക്കുകയും ആ നിയോഗത്തിൽ നിങ്ങളുടെ അധരങ്ങൾ തുറക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യത്തിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കേട്ടപ്പോൾ വളരെ ആശ്വാസം തോന്നി, വളരെ സന്തോഷം തോന്നി. പലരും വിവിധ രാജ്യങ്ങളിൽ നിന്നാണല്ലോ നിങ്ങൾ ഗ്രേറ്റ് വിഷന്റെ ഈ ഓൺലൈൻ സെമിനാരി പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷന്റെ വിഭാഗമായി കലപുരത്ത് ഉള്ള അതിന്റെ സെൻട്രലിന്റെ ഭാഗമായിട്ടാണ് ഗ്രേറ്റ് വിഷൻ ഓൺലൈൻ സെമിനാരി നമ്മൾ നടത്തി വരുന്നത്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുവാനും, വിശേഷാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് അവരായിരിക്കുന്ന ജോലിയോടൊപ്പം കർത്താവിന്റെ വേലയിൽ ശോഭിക്കുവാനും വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമായിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിലും വളരെ സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെ എവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ജോലിയിൽ ആയിരിക്കുമ്പോഴും ദൈവത്തിന്റെ വചനം പഠിക്കുവാനും അതിലെ കേൾക്കുവാനും നിങ്ങളുടെ ഉള്ളിൽ ദൈവം നൽകിയ ആത്മീയ വിശപ്പിനും ആത്മീയ ദാഹത്തിനുമായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. സൗരങ്ങളെ, ഞാൻ നിങ്ങളെക്കാൾ ഒട്ടും വിശേഷതയുള്ള ഒരാളല്ല. ഞാൻ നിങ്ങളുടെ ഒരു മൂത്ത സഹോദരനായിട്ട് മാത്രമാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഞാൻ അവൈലബിൾ ആണ്. സ്തോത്രം. നിങ്ങൾക്ക് എന്ത് പെയിൻ ഉണ്ടെങ്കിലും അത് ഷെയർ ചെയ്യാം. അത് ഞാൻ എൻ്റെ ശവക്കുഴിയിലേക്ക് മാത്രമേ ആ ഒരു വിഷയം പോകത്തുള്ളൂ. പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, പബ്ലിക്കിൽ പറയേണ്ട കാര്യങ്ങൾ പ്രയർ റിക്വസ്റ്റായി പറഞ്ഞെങ്കിൽ മാത്രമേ അത് പറയുകയുള്ളൂ. പേഴ്സണൽ ആയിട്ടുള്ളത് ചിലർക്ക് മറുപടി താമസിക്കും. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ വളരെ ബിസി സ്കെഡ്യൂളുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. എങ്കിലും നിങ്ങളെ ഓർക്കുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ഞാനിങ്ങനെ സമയം ദൈവസന്നിധിയിൽ കണ്ടെത്താറുണ്ട്. സ്തോത്രം. കർത്താവിന്റെ അനുഗ്രഹിക്കട്ടെ. നാം ദൈവവചനത്തിലൂടെ ഈ ദിവസങ്ങളിൽ പഠിച്ചു വന്നത് നെഹമ്യാവിന്റെ പുസ്തകത്തെ ആസ്പദമാക്കിയാണ്. പുനഃപ്പണിയെ കുറിച്ച് ഒരിക്കൽ പൊളിച്ചു കളയാൻ ദൈവം പറഞ്ഞത് പണിയാനായി ദൈവം എഴുന്നേൽപ്പിച്ച നെഹമ്യാവിനെ കുറിച്ചാണ്. തന്റെ പ്രാർത്ഥനാ മുറിയിൽ തനിക്ക് കിട്ടിയ ആത്മനിയോഗം, ധൈര്യം ഒക്കെ ഇതിനെക്കുറിച്ച് നാം ശ്രദ്ധിക്കാനിടയായി. 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ അതിന് ഞാൻ അവരോട് സ്വർഗത്തിൽ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഒരുമിച്ച് പറഞ്ഞേ, സ്വർഗത്തിൽ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. Therefore ഞങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ഞങ്ങൾ എഴുന്നേൽക്കും. അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ദൈവമക്കളെ, എല്ലാവർക്കും എഴുന്നേറ്റാൽ ഒന്നും നടക്കില്ലെന്നേ. ദൈവത്തിന്റെ യുദ്ധത്തിന് 33,000 ഒക്കെ അധികമായിട്ടാണ് ദൈവം കണ്ടത്, അല്ലേ? ഗിദെയോനോടൊപ്പം ഉണ്ടായിരുന്ന 33,000 തമ്പുരാൻ പറഞ്ഞു അത് അധികമാ. ആമേൻ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൊരു പ്രഖ്യാപനം നടത്തണം. ഭയവും ഭീരുത്വമുള്ളവരെല്ലാവരും ഗിലെയാദ് പർവ്വതം വിട്ടു പോകട്ടെ. നോക്കുക, 30,000 ആളുകൾ നഷ്ടപ്പെട്ടു പോയി. 33,000 വിശ്വാസികൾ എന്ന് നമുക്ക് ആലങ്കാരിക ഭാഷയിൽ പറയാം. ആ ഒരു അത്രയും ജനസമൂഹം ഉണ്ടായിരുന്നിടത്ത് ഗിദെയോൻ എത്ര സന്തോഷമായിരിക്കണം. ആരും ഇല്ലാത്തിടത്ത് ഈ 33,000 ദൈവം തന്നല്ലോ. സ്തോത്രം, 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 അല്ലേ? പക്ഷേ ഒറ്റ ദൂത് വെളിയിൽ ദൈവം കൊടുത്തത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഭയവും ഭീരുത്വമുള്ളവൻ ഗിലെയാദ് പർവ്വതം വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ദൂത് എഫക്ട് ചെയ്തത് 30,000 പേരില്ല.
30,000 ആളുകൾ അവർ കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. അവർ യുദ്ധം ചെയ്യാൻ ധൈര്യമുള്ളവരായിരുന്നില്ല. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ആളിന്റെ പെരുപ്പത്തിലല്ല ആത്മീയം ഇരിക്കുന്നത്. മെഗാ ചർച്ച് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ ഒരു ഗ്രോത്ത് ആണ് അല്ലേ, പ്രൈസ് ഗോഡ്. പക്ഷേ ദൈവം അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോഴേ അറിയത്തുള്ളൂ വയറിന് വേണ്ടിയാണോ വന്ന്, വസ്ത്രത്തിന് വേണ്ടിയാണോ വന്ന്, ബെനിഫിറ്റിന് വേണ്ടിയാണോ വന്ന്, എന്തെങ്കിലും കാര്യം സാധിക്കാനാണോ വന്ന്, പെണ്ണിനെ കെട്ടിക്കാനാണോ വന്ന്, ജോലിക്ക് വേണ്ടിയാണോ വന്ന്, വിസായ്ക്ക് വേണ്ടിയാണോ വന്ന്, കെട്ടിടം പണിയാൻ വേണ്ടിയാണോ വന്നത്, വസ്തു മേടിക്കാൻ വേണ്ടിയാണോ വന്നത്. ഈ എല്ലാ അവരുടെ ഈ ഇൻസൈറ്റ് അവർക്ക് ദൈവത്തിന് അറിയാം. ദൈവത്തിന് വേണ്ടി കംപ്ലീറ്റ്ലി സറണ്ടറായി, ദൈവത്തിന് വേണ്ടി ലിവിങ് മാർട്ടിയേഴ്സ് ആയി തീരുവാൻ, ദൈവത്തിന് വേണ്ടി ജീവൻ നൽകാൻ, ദൈവഹിതത്തിന് വേണ്ടി പേ ചെയ്യാൻ, ദൈവത്തിന്റെ അറിയിച്ച ദൈവശബ്ദത്തിന് വേണ്ടി പ്രൈസ് കൊടുക്കാൻ ഇറങ്ങിയവർ എത്ര ഉണ്ടെന്ന് ഒരു ദൈവശബ്ദം കേൾക്കുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പം മനസ്സിൽ വലിയ ഷോക്കായി കാണും. എൻ്റെ ഒരു അനുമാനത്തിൽ ഗിദെയോൻ, ദൈവമേ ഈ 3000 കൊണ്ട് ഞാൻ എന്തോ ചെയ്യും. അപ്പോഴാ ദൈവം പറയുന്നത് ഇത് മതിയുമാ, ഇത് മതിയുമാ. ദർശനമില്ലാത്തൊരു വലിയ ജനതയല്ല ദൈവത്തിന് ആവശ്യം. ദൈവശബ്ദം കേൾക്കാൻ കാതുള്ളവനെയാണ് ദൈവത്തിന് ആവശ്യം. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ മനസ്സുള്ളവനെയാണ് ആവശ്യം. കർത്താവിന്റെ കൂടെ ഇരിക്കാൻ മനസ്സുള്ളവനെയാണ് ആവശ്യം. കർത്താവിന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്ന് പറയുന്നവരെയാണ് ആവശ്യം. കർത്താവ് പറഞ്ഞ് ടേക്ക് മൈ യോക്ക് ആൻഡ് ഫോളോ മീ. എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. നിങ്ങളുടെ തോളിൽ വെച്ചിരിക്കുന്ന സംഘടനയുടെ നുകമാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സംഘടനാ നേതാക്കന്മാരെ കാണുമ്പോൾ പേടിക്കും. കാരണം നിങ്ങൾക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവരെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം, അവരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം, അവരെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ഗോഡ്. റൈറ്റ്. പക്ഷേ ദൈവത്തിന്റെ നുകമാണ് നിങ്ങളുടെ കഴുത്തിൽ വെച്ചിരിക്കുന്നതെങ്കിൽ ആമേൻ, നിങ്ങൾക്ക് മാനുഷ്യഭയം കാണത്തില്ല. ഇതിനർത്ഥം ദൈവദാസന്മാരെ ബഹുമാനിക്കേണ്ട എന്നല്ല, യജമാനനെ എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ ദൈവത്തിന് ആത്മാക്കൾക്ക് കണക്ക് കൊടുക്കേണ്ടവരാണ്. അവർ പാളിച്ചകളോ മിസ്റ്റേക്കുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ വിരൽ ചൂണ്ടാൻ പോകണ്ട. നിങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. ഓക്കെ. അതുകൊണ്ട് നിങ്ങളുടെ തോളിൽ ഇരിക്കുന്ന നുകം ആരുടെ നുകമാണ്? ഇത് നിങ്ങൾ വിവേചിച്ചറിഞ്ഞേ മതിയാകെയുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞേ മതിയാകെയുള്ളൂ. സ്തോത്രം, സ്തോത്രം. അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ നുകം ഒടിഞ്ഞു മാറുന്നത് പോലെ മാനുഷ്യഭയത്തിന്റെ നുകമാണോ നിങ്ങളുടെ തോളിൽ ഇരിക്കുന്നതെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ നിങ്ങളിലുള്ള ദൈവകൃപ കൊണ്ട് നിങ്ങളുടെ അടിമത്വത്തിന്റെ തലങ്ങളെ, ഭയത്തിന്റെ തലങ്ങളെ ഒട്ടിച്ചു മാറ്റാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളിൽ നിന്ന് ഭീരുത്വം വിട്ടുപോകാനിടയായിത്തീരണം. തമ്പുരാൻ പറഞ്ഞു ഇത് വളരെ കൂടുതലാണ്. അപ്പോൾ എന്താ പറയുന്നത്? നമുക്ക് ഇഷ്ടപ്പെട്ടവരെ ചേർത്ത് സഭയുണ്ടാക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് റോങ്. ദാറ്റ് ഈസ് അഡ്മിനിസ്ട്രേഷൻ. ദാറ്റ് ഈസ് ഫെലോഷിപ്പ് അല്ല. അത് കമ്മ്യൂണിറ്റി പ്രോഗ്രാമാണ്. അത് ഗെറ്റ് ടുഗദർ പ്രോഗ്രാമുകളാണ്. പ്രോഗ്രാമുകളാണത്. പക്ഷേ കൂട്ടായ്മ അതല്ല സഹോദരങ്ങളെ. ഇന്നവൻ നിന്നോടുകൂടെ പോരട്ടെ, ഇന്നവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ആമേൻ ഞാൻ പറയുന്നവർ മതി നിന്റെ കൂടെ വരാൻ. ദൈവത്തിന്റെ യുദ്ധങ്ങൾ, ദൈവത്തിന്റെ കൂട്ടായ്മകൾ എപ്പോഴും മാനുഷിക ഇലക്ഷനിൽ വരുന്നതല്ല, മാനുഷിക തെരഞ്ഞെടുപ്പിൽ വരുന്നതല്ല, മാനുഷ്യ നിയമനത്തിൽ വരുന്നതാണ് അല്ല. പ്രൈസ് ലോർഡ്. തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ സൂമിലൂടെ ദൈവത്തിന്റെ വചനം സെമിനാരി ഓൺലൈനിലൂടെ, ഗ്രേറ്റ് വിഷൻ സെമിനാരി ഓൺലൈൻ പ്രോഗ്രാമിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവം നിങ്ങളെ ഇലക്ട് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വരാനിടയായി തീർന്നത്. ദൈവം നിങ്ങളെ ചോസ് ചെയ്തത് കൊണ്ടാണ് ആമേൻ ഈ വചന പഠനത്തിന് നിങ്ങൾ വരാനിടയായി തീർന്നത്. കാരണം തമ്പുരാൻ നിങ്ങളുടെ ഉള്ളിൽ ആമോസ് 8:11 പറയുന്നത് പോലെ ആമേ അപ്പത്തിനായിട്ടുള്ള വിശപ്പ്, വെള്ളത്തിനായുള്ള ദാഹമല്ല, വചനത്തെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് ദൈവം നിങ്ങളുടെ ഉള്ളിൽ അയച്ചു. യെസ് ജീസസ്, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചന പഠനത്തിനായി ദൈവം അയച്ച വിശപ്പാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ പ്രാർത്ഥനാ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു. അതെന്താണ്? നിങ്ങൾ ജീവന്റെ ഉറവിനരികെ വന്നത് കൊണ്ടാണ്. സ്തോത്രം. ആത്മദാഹം പരിശുദ്ധാത്മാവ് നൽകിയത് കൊണ്ടാണ്. ഞാൻ താഴ്മയോട് പറയട്ടെ, ദൈവം നൽകിയ ആത്മീയ വിശപ്പ്, വചനം കേൾക്കാനുള്ളത്, വചനം പഠിക്കാനുള്ളത്, പ്രാപിക്കാനുള്ള ആ വിശപ്പ് നിങ്ങളിൽ കെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം.
ആത്മനിറവിലുള്ള ആ ആരാധനയിൽ സജീവമായി പങ്കെടുക്കുകയും നിങ്ങളുടെ ജീവിതം ആത്മനിറവിൽ ആയിത്തീരുവാൻ, ടു റിവീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ബി അണ്ടർ ദി അനോയിന്റിംഗ്, ഓൾവേസ് ബി അണ്ടർ ദി അനോയിന്റിംഗ്. ദൈവ സാന്നിധ്യം നിങ്ങൾ എപ്പോഴും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾ നിറഞ്ഞു നടക്കണം. നിറഞ്ഞു നടന്നാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, ഈവിൾ അസോസിയേഷന് നിങ്ങളിൽ സ്പേസ് ഇല്ലാതെ വരും, ഈവിൾ ഡിസയറുകൾക്ക് നിങ്ങളിൽ സ്പേസ് ഇല്ലാതെ വരും, ഈവിൾ തോട്ടുകൾക്ക് നിങ്ങളിൽ സ്പേസ് ഇല്ലാതെ വരും, നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് ജനറേറ്റ് ചെയ്യാതെ വരും. കാരണം എന്താ? നിങ്ങളുടെ ഉള്ളം ആത്മാവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉള്ളമാകുന്നത് കൊണ്ട്. ഓ ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ വചനം കേൾക്കുമ്പോഴും നിങ്ങൾക്കുള്ളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കാം. വെള്ളത്തിന്റെ അരികിൽ കൊണ്ടുവന്നു നായി നക്കി കുടിക്കുന്നത് പോലെ ആരൊക്കെയുണ്ട്? കുനിഞ്ഞു നക്കി കുടിക്കാൻ മനസ്സുള്ളവരാരുണ്ട്? കയ്യിൽ കോരി കുടിക്കാൻ ആരൊക്കെയുണ്ട്? സ്തോത്രം. ദൈവത്തിന്റെ പ്ലാനിൽ 3000 പേര് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണേ, 33,000 ആ അത്ര എണ്ണത്തെ ദൈവം വെട്ടിക്കുറച്ച് 3,000 ആക്കി. എന്തൊരു വിഷമമാണ് അല്ലേ? സ്തോത്രം. വീണ്ടും ദൈവം പറയുന്നു, ഈ 3000 പേരധികമാണ്. ദൈവം തമ്പുരാൻ പറഞ്ഞു, എന്താണ് ഇതധികമാ? ഞാൻ പറയാം, ആരുണ്ട് സമർപ്പണമുള്ളവര്, ആരുണ്ട് സഹനമുള്ളവര്, ആരുണ്ട് ത്യാഗികളായിട്ടുള്ളവര്, ആരുണ്ട് പ്രൈസ് കൊടുക്കാൻ വില്ലിങ് ആയിട്ടുള്ളവര്. എന്റെ സഹോദരങ്ങളുടെ, നിങ്ങളുടെ അധ്വാന ഫലമോ, നിങ്ങളുടെ ആരോഗ്യമോ, നിങ്ങളുടെ സമയമോ, നിങ്ങൾ സുഖമായി മൂടിപ്പൊതിച്ച് കിടന്ന് ഉറങ്ങേണ്ട രാത്രികളോ ഒക്കെ മുട്ടയിലിരിക്കാൻ, കരയാൻ, നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തകർന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷത്തോടെ നിങ്ങൾക്ക് ധൈര്യത്തോടെ ഉറപ്പ് തരാം. തമ്പുരാൻ പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്നു വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിച്ചാൽ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. It doesn't mean we are praying for to getting something reward from God. No, അത് ദൈവത്തിന്റെ റൈറ്റ് ആണ്. കൂലി കുറയ്ക്കാത്ത ഒരു യജമാനൻ ഉണ്ടെങ്കിൽ അത് കർത്താവ് മാത്രമാണ്. തമ്പുരാൻ പറഞ്ഞത് ന്യായമായത് തരാം, തോട്ടത്തിൽ പൊക്കോളാനാ പറഞ്ഞത്. ന്യായമായത് തരാം, തോട്ടത്തിൽ പൊക്കൂ. സ്തോത്രം. നിങ്ങൾ മിനക്കെട്ട് നിൽക്കുന്നത് എന്ത്? ന്യായമായത് തരാം. ഇന്ന് രാവിലെ സമയവും നിങ്ങളുടെ മനസ്സ് ദൈവസനിൽ ഉറച്ചിരിക്കണം, ധൈര്യപ്പെട്ടിരിക്കണം. തമ്പുരാൻ പറഞ്ഞ 300 പേര് മതി. സ്തോത്രം. സഹോദരങ്ങളെ, പന്തം പിടിക്കാൻ മനസ്സുള്ളവനും കുടമുടയ്ക്കാൻ മനസ്സുള്ളവന് എവിടെയുണ്ട്? നിനക്ക് ഉടയാൻ തയ്യാറായെങ്കിൽ മാത്രമേ കത്തുന്ന പന്തം പുറത്തു വരികയുള്ളൂ. ദൈവസനയിൽ ഉടഞ്ഞവരെ എല്ലാവരും ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരിക്കൽ നീ ഉടഞ്ഞു പോയെങ്കിൽ ഓർത്തുകൊള്ളണം. ഇന്ന് നീ ഉടഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണം. നാളെ നീ പന്തമായി കത്താൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. ഓ, മാനസിക മുറിവുകൾ, ശാരീരിക ക്ലേശങ്ങൾ, ഭൗതിക തകർച്ചകൾ, കുടുംബ തകർച്ചകൾ, തലമുറയാൽ നിമിത്തമുള്ള പെയിനുകൾ, ഇതെല്ലാം നിന്നെ വാരിക്കൂട്ടിയെടുത്ത് ദൈവസന മുട്ടയിലിരിക്കാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിലൂടെ അടുപ്പിക്കാൻ ഇടയായിത്തീരുന്ന ദൈവഹിതത്തിന്റെ പദ്ധതികളാണ്. അപ്പോൾ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ദൈവം, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. അചഞ്ചലമായ വിശ്വാസം പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പുറത്തു വരും. ധൈര്യത്തിന്റെ ശബ്ദം പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പുറത്തു വരും. ആമേൻ, പ്രൈസ് ഗോഡ്. അവിശ്വാസത്തിന്റെ വാക്കുകൾ എത്ര ആളുകളിൽ നിന്ന് കേട്ടാലും ദൈവത്തിന്റെ ശബ്ദം കേട്ടവന്റെ ഉള്ളിൽ ഓരോ ദിവസവും ധൈര്യം മേൽക്കുമേൽ വർദ്ധിച്ചു വരും. ഓക്കെ, ലെറ്റ് us come back to the scripture. ആമേൻ. 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. സ്തോത്രം. നാം 14-ാമത്തെ വാക്യത്തിൽ നിന്ന് 2 സർമണുകൾ നിങ്ങൾക്ക് കേൾപ്പാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഈ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് അറിവ് കിട്ടി. നെഹമ്യാ ചാപ്റ്റർ 4 വേഴ്സ് 15. ഞങ്ങൾക്ക് അറിവ് കിട്ടിപ്പോയി എന്നും, അടുത്തത് ഞങ്ങൾക്ക് അറിവ് കിട്ടിപ്പോയെന്നും ദൈവം ഇവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ കേട്ട ശേഷം ഞങ്ങൾ എല്ലാവരും മതിലെങ്കിൽ താന്താന്റെ വേലയ്ക്ക് മടങ്ങി ചെല്ലുവാൻ ഇടയായി. അവിടെ നമ്മൾ കാണുന്ന 2 കാര്യം. ഒന്ന്, ഞങ്ങൾക്ക് അറിവ് കിട്ടി. എന്താണ്? പൈശാചിക മണ്ഡലം ചിലരെ തട്ടി ഉണർത്തി, ഈ മതിലുപണി നടക്കരുത്, ഈ മതിലുപണി നടക്കരുത്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഗോഡ്സ് പ്ലാൻ എന്തായിരുന്നു? ഇത് പണിയും.
പണിയപ്പെടും. ഇത് പുനഃപ്പണി നടത്തും. കാരണം അനുസരണക്കേട് കാണിച്ചപ്പോൾ പൊളിച്ചു കളയാൻ ദൈവം ആളിനെ എഴുന്നേൽപ്പിച്ചു. അവര് അനുദപിച്ച് തിരിച്ചു വന്നപ്പോൾ റീബിൽഡ് ചെയ്യാൻ ദൈവം ആളിനെ എഴുന്നേൽപ്പിക്കുന്നു. ദൈവത്തിന്റെ മക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറയാനിടയായിത്തീരുന്നു. പലപ്പോഴും ചില ചോദിക്കാറുണ്ട്, എന്റെ ആഗ്രഹമൊന്നും ദൈവം സാധിപ്പിക്കുന്നില്ല, വായി. മക്കളെ, നിനക്ക് ദോഷം വരുന്ന ആഗ്രഹങ്ങൾ നീ താലോലിച്ചു കൊണ്ട് കടന്നാൽ അത് ഭാവിയിൽ നിന്നെ തകർക്കാനാണെങ്കിൽ നിന്റെ ഇഷ്ടത്തിന്മേൽ കത്തിവെക്കാൻ ദൈവം വഴിയൊരുക്കും. നിങ്ങൾ ഇഷ്ടപ്പെട്ട വഴിയിൽ പോയാൽ നിങ്ങൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമെന്ന് ദൈവത്തിന് അറിയാം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. സ്തോത്രം. എതിർലിംഗക്കാരോടുള്ള സംഭാഷണം, നിങ്ങളുടെ ചാറ്റിങ്ങുകൾ, നിങ്ങളുടെ ഗ്രൂപ്പുകൾ, നിങ്ങൾ കാണുന്ന സൈറ്റുകൾ, നിങ്ങൾ കാണുന്ന വീഡിയോസുകൾ, നിങ്ങൾ കാണുന്ന സഹകരിക്കുന്ന വ്യക്തിബന്ധങ്ങൾ, ഇതൊക്കെ ദൈവകൃപ ചോർത്തുന്നതാണെങ്കിൽ, നിത്യജീവനിൽ നിന്ന് നിങ്ങളെ പറിച്ചു മാറ്റുന്നതാണെങ്കിൽ, നിങ്ങളുടെ ആത്മീയ തലങ്ങളെ നശിപ്പിക്കുന്നതാണെങ്കിൽ ദൈവം നിങ്ങളുടെ ശാരീരിക മണ്ഡലത്തെ തൊട്ടന്നു വരും. നിങ്ങളെ മടക്കി വരുത്തിയില്ലെങ്കിൽ നിങ്ങൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്ന ദൈവത്തിനറിയാം. അതുകൊണ്ട് നിങ്ങളെ തിരിച്ചു വരുത്താൻ ആരംഭത്തിൽ ദൈവം കുറ്റബോധം നൽകും. കുറ്റബോധം നൽകുന്നത് നല്ല മനസ്സോടെ ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ കള്ളനും കുറ്റബോധമുണ്ട്. അറിയാമോ കള്ളന്റെ ഫിലോസഫി? അവൻ സ്ഥിരം മോഷ്ടിക്കുന്നയാളാണ് കള്ളൻ. പക്ഷെ ഒരു ദിവസം മോഷ്ടിക്കാതിരുന്നാൽ അവൻ അന്ന് ഭയങ്കര കുറ്റബോധമാണ്. എന്താ കുറ്റബോധം എന്നറിയാമോ? അയ്യോ, ഇന്ന് എനിക്ക് മോഷ്ടിക്കാൻ പറ്റിയില്ല. അതാ അവന്റെ കുറ്റബോധം. മനസ്സിലായോ? ചിലർക്ക് ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടില്ലെങ്കിൽ ഭയങ്കര കുറ്റബോധം. സൗരങ്ങളെ, ചിലര് ആലയത്തിൽ ചെല്ലുമ്പത്തേന് ചിലരിങ്ങനെ അടിമുടി നോക്കും. എന്താ, നമ്മൾ ജഡ്ജിയാണോ അവരെ നോക്കി വിധിക്കാൻ? നിങ്ങളുടെ എല്ലാം ജീവൻ പോയോ? കർത്താവിന്റെ വചനം എന്താ പറയുന്നത്? ജഡ്ജ് നോട്ട്, then you will not be judged. അതല്ലേ കർത്താവിന്റെ വചനം? നമ്മള് രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, ചർച്ചിൽ ടൈത്ത് കൊടുക്കണം, സ്വോത്രകാഴ്ച കൊടുക്കണം, പണ്ടാണെങ്കിൽ നെടിയരി കൊടുക്കണം, പൊടിയരി കൊടുക്കണം, പിടിയരി കൊടുക്കണം. ഇതായിരുന്നു അന്നത്തെ തിയറി. അത് മതി, ചർച്ചിന് അത് മതി. നിങ്ങൾ എഴുതിയിടുന്ന ഡോളർ ചെക്ക് മതി, അല്ലെ പൗണ്ട് മതി, അല്ലെ നിങ്ങളുടെ ദിനാറ് മതി. ചർച്ചിന് അതേ ആവശ്യമുള്ളൂ. അതിന്റെ നീട് നടക്കാൻ ആളിനെ വേണം, അത് മതി എന്നുള്ള ഒരു ചിന്താഗതിയിൽ പോകുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷെ തമ്പുരാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഏതൊരുവനെ ക്രിസ്തുവേശുവിൽ തികഞ്ഞവനാക്കി തീർക്കുക. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ള ജനത്തെ കർത്താവിനായി ഒരുക്കിയെടുക്കുക. അതാണ്. നിങ്ങൾ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മുറിവേൽക്കുന്ന നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ ഉള്ളിൽ മാംസമുള്ള ഹൃദയം ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. സ്തോത്രം. തിരിച്ചു വരാൻ, മടങ്ങി വരാൻ, രൂപാന്തരപ്പെടാനൊക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തോട് ഇടപെടുന്ന വചനങ്ങൾ ഹൃദയമായി സംസാരിക്കുന്നതിൽ ഓർത്തോണം. യെസ്, ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മോളോട് പറഞ്ഞു, മോനെ അപ്പൊ ആ വചനം പറയുമ്പോ ഇനിയും അപ്പ ശരിയാകാൻ ഇനിയും ഉണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, എന്റെ പൊന്നപ്പ ഇനി അപ്പ എവിടെ ശരിയാകാനുള്ളൂ? ഞാൻ പറഞ്ഞു, മോനെ ഇനിയും അപ്പയ്ക്ക് കറക്റ്റ് ചെയ്യാൻ കാണും, ഇനി അപ്പയ്ക്ക് രൂപാന്തരപ്പെടാൻ കാണും, ഇനി അപ്പയ്ക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ കാണും. കാരണം ആമേൻ, ഒരു വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് സാന്റിഫിക്കേഷൻ ആണ്. ആമേ, രണ്ടാമത്തത് പ്യൂരിഫിക്കേഷൻ ആണ്. ഓരോ ദിവസവും ശുദ്ധീകരണം. ഒരു ദിവസം മുറി തൂത്തെന്ന് വിചാരിച്ച് ആയുസ് മുഴുവൻ തൂക്കണ്ടെന്നല്ല. മൂലയിൽ ചൂല് വെച്ചിട്ടുണ്ട്, എന്തിനാ? അടിച്ചു വാരി വൃത്തിയാക്കാൻ. ആരെങ്കിലും അഴുക്കാക്കിയതാണോ? അല്ല. എവിടുന്ന് വന്നു അറിയില്ല, പക്ഷേ തൂത്തുകൂട്ടുമ്പോ പൊടിയില്ലേ? ഉണ്ട്. അപ്പൊ നാം അറിയാതെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറ്റങ്ങളും കുറവുകളും ഒക്കെ നാം വചനം കൊണ്ട് അടിച്ചു വാരി തൂക്കണം. ആമേ, യേശുവിന്റെ രക്തം കൊണ്ട് കഴുകിയെടുക്കണം. യേശുവിന്റെ രക്തം വീണാൽ ഇളകാത്ത ഒരു പാപക്കറയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുണർത്തി പറയുന്നു. അതുകൊണ്ട് സാന്റിഫൈ എവറി ഡേ, പ്യൂരിഫൈ എവറി ഡേ, then only you can see the glorification. മഹത്തരമായ അനുഭവങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ശുദ്ധീകരണത്തിന്റെ പടികൾ ചവിട്ടി കയറണം. ശുദ്ധീകരണ സ്ഥലത്ത് കൊണ്ടിട്ടല്ല ശുദ്ധീകരണം നടത്തുന്നത്. ബർസ്ബുക്കാനയിൽ പോകുന്ന കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പലർക്കും ഒരു സംശയമുണ്ട്, നമ്മൾ ഇന്ന് മരിച്ച എവിടെ പോകും? ദൈവവചനം സിമ്പിൾ അല്ലേ പറഞ്ഞിരിക്കുന്നത്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ എനിക്ക് അധികം കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നത്, സ്തോത്രം, ഈ 15ാമത്തെ വാക്യത്തിൽ നാം ശ്രദ്ധിക്കുന്നത്, ദൈവത്തിന്റെ പ്ലാൻ പൊളിക്കാൻ ആണ് പൈശാചിക മണ്ഡലം എഴുന്നേറ്റ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിന്റെ പദ്ധതി എന്താണ്? പണിയും, പുനഃപ്പണി നടത്തും.
സൗരങ്ങളെ, ഇന്നലകളിലെ പിന്മാറ്റമോ വീഴ്ചയോ പരാജയമോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് നഷ്ടം വരുത്തിയെങ്കിൽ, കുറച്ച് അപമാനം വരുത്തിയെങ്കിൽ, കുറച്ച് തോൽവി വരുത്തിയെങ്കിൽ, കുറച്ച് നിന്ന വരുത്തിയെങ്കിൽ നിങ്ങൾ ഭാരപ്പെടണ്ട. യേശുവിനെ വിവസ്ത്രനാക്കിയാണ് കാൽവരിയിൽ ക്രൂശിച്ചതെന്നാണ് വേദശാസ്ത്രികൾ പറയുന്നത്. അതുകൊണ്ടാണ് കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ അതിനിന്നതിനായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. തന്റെ അമ്മയായ മറിയ മാത്രമേ ആ ചുവട്ടിൽ വന്ന് നിൽപ്പാനായി കഴിഞ്ഞുള്ളൂ. അത്രമാത്രം നിങ്ങൾ നിന്ന് സഹിച്ചിട്ടുണ്ടോ? ചിലർ പറയും പാസ്റ്ററെ ഭയങ്കര കഷ്ടതയാ, ഭയങ്കര കഷ്ടതയാ. 2.5 ഇഞ്ച് നീളമുള്ള ആണി പോലുള്ള മുൾക്കിരീടമാണ് ഒരു വൃക്ഷത്തിന്റെ ആ കൊമ്പുകൾക്ക് അത്രയും നീളമുണ്ടെന്നാണ് ഇസ്രായേലിലുള്ള ഒരു വൃക്ഷത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മെനഞ്ഞെടുത്ത മുൾക്കിരീടമാണ് എന്തിന് ഞാനും നിങ്ങളും തങ്കക്കിരീടം ആത്മാക്കളെ ഇടുമ്പോൾ ധരിക്കേണ്ടതിന് വേണ്ടി കർത്താവിന്റെ തലയിൽ മുൾക്കിരീടം അണിയേണ്ടി വന്നത്. അത് കോലിനാൽ അടിച്ചപ്പോ കണ്ണ് തുളച്ച് പുറത്തു വന്നെന്നാണ് ചില വേദശാസ്ത്രികൾ പറയുന്നത്. മഹാനായ ജോസിഫസും പറഞ്ഞിരിക്കുന്നത് അതേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് വളരെ വിസ്തരമായി പറഞ്ഞിട്ടുണ്ട്. ഒരു യഹൂദ ചരിത്രകാരൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഒരു കൊല്ലൻ ഒരിക്കൽ തന്റെ മനസ്സിൽ തോന്നി കുറച്ച് ആണി ഉണ്ടാക്കിയിടാം. 3 വലിയ ആണി ഉണ്ടാക്കിയിട്ടു. പക്ഷെ നാളുകളായി അത് വിൽക്കാതെ കിടക്കുകയാണ്. യേശുവിനെ കയറുകൊണ്ട് കെട്ടി തൂക്കാൻ സാധാരണ കള്ളന്മാരെ പോലെ ആഗ്രഹിച്ചില്ല. അവന്റെ കൈകളിലും പാദത്തിലും ആണിയടിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. ചുറ്റുവട്ടങ്ങളിൽ പടയാളികൾ അന്വേഷണം നടത്തി, ആണി കിട്ടുമോ. ഒരു കൊല്ലൻ പറഞ്ഞെന്നാ പറയുന്നത്, ഇവിടെ 3 ആണി കിടപ്പുണ്ട്, പണ്ടുണ്ടാക്കിയിട്ടത്, അത് വലിയ ആണിയാണ്, അതാർക്കും വേണ്ടാതെ കിടക്കുകയാണ്. പ്രൈസ് ഗോഡ്. അവരത് എടുത്തു നോക്കിയിട്ട് പറഞ്ഞു, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഈ ആണിയാണ് വേണ്ടത്, ഇത്രമാത്രം വലിയാണ്. പ്രൈസ് ഗോഡ്. ഇതെനിക്ക് വേണ്ടിയാണ് സഹിച്ചത്, ഇത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് സഹോദരങ്ങളെ. ചിലര് പറയും, എടാ ഞാനേ 10-20 കൊല്ലമായി ജനിച്ചിട്ട്. ചില പിള്ളേർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതിന് 2000 വർഷത്തിന് മുമ്പ് മരിച്ച യേശു എന്റെ പാപത്തിന് വേണ്ടിയാണോ മരിച്ചത്? മക്കളെ, നീ ഉണരുന്നതിന് മുമ്പ് സൂര്യൻ നിനക്ക് വെട്ടമായി ഉദിച്ചതുപോലെ, സ്തോത്രം, നീ ജനിക്കുന്നതിന് മുമ്പ് അവൻ നിനക്ക് വേണ്ടി പേ ചെയ്തിട്ടിരിക്കുക. മലബാറിൽ വെച്ച് ഞങ്ങൾ ഒരു അപ്പച്ചനോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച, കർത്താവായ യേശു ക്രിസ്തുവിനെ 3 ആണിയിന്മേൽ അടിച്ചത് എന്തുകൊണ്ടാണ് നീ അപ്പച്ചൻ അറിയാമെന്ന് ചോദിച്ചപ്പോ അപ്പച്ചൻ പറയാ, ഓ നിങ്ങൾക്കറിയത്തില്ല, അത് എനിക്കറിയാം. ഞാൻ ചോദിച്ചാ എന്നാലേ അവൻ അമരുള്ളൂ. ഈ 3 ആണി അടിച്ചെങ്കിൽ യേശു അമരുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. തിരുവചന പഠനത്തിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കപ്പെടുകയും നമ്മുടെ ഉൾക്കാഴ്ച വർദ്ധിക്കുകയും ആത്മീയ ജീവിതത്തിന്റെ പക്വതയിലേക്ക് പരിശുദ്ധാത്മ നമ്മളെ നയിക്കുകയും ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിച്ചാണ്, ഈ ദൈവിക പദ്ധതിയെ പൊളിക്കുക എന്നുള്ളത് സാത്താന്റെ ടാർഗറ്റായി മാറി. ഇവിടെ കാണുന്നു, ശത്രുവിന്റെ ദോഷ നിരൂപണങ്ങളെയൊക്കെ നെഹമ്യാവിനും മനസ്സിലാക്കാനിടയായി. കർത്താവിന്റെ മക്കൾ ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്ന ചില വാക്യങ്ങൾ നിങ്ങൾ കുറിച്ചു വെക്കണം. സ്തോത്രം. ദൈവം എപ്പോഴും തന്റെ ദാസന്മാരെ, പ്രാർത്ഥിക്കുന്നവരെ വിവരങ്ങൾ അറിയിക്കും. മേ ബി ത്രൂ ദ വിഷൻ, ഓർ ഡ്രീംസ്. സ്തോത്രം. ദർശനത്തിലൂടെ അറിയിക്കാം, സ്വപ്നത്തിലൂടെ അറിയിക്കാം, ത്രൂ പ്രേയർ, ത്രൂ ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിലൂടെ അറിയിക്കാം. സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 12:6, സംഖ്യാപുസ്തകം 12-ാമത്തെ അധ്യായം 6-ാം വാക്യം ഒരാൾ ശ്രദ്ധിച്ചു വായിച്ചാട്ടെ. എന്താണ് പറയുന്നത്? വേഗം വാക്യങ്ങൾ എടുത്ത് വായിച്ചാൽ കൂടുതൽ റെഫറൻസുകൾ ഞാൻ നിങ്ങൾക്ക് തരാൻ കഴിയും. പിന്നെ അവൻ അരുളി ചെയ്തത്, മറ്റൊരാൾ ആമോസ് 3:7 വായിക്കണം, മറ്റൊരാൾ യെഹെസ്കേൽ 3-ാം അധ്യായം 27-ാം വാക്യം വായിക്കണം. ഓരോരുത്തരായി വായിച്ചാട്ടെ. താങ്ക് യു. പിന്നെ അവൻ അരുളി ചെയ്തത്, എന്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. ദർശനം എന്താണ്, സ്വപ്നം എന്താണെന്ന് പങ്കുവയ്ക്കാം. ഇവിടെ മോശയോടുള്ള ബന്ധത്തിലാണ് ദൈവം തമ്പുരാൻ പറയുകയാണ്. എന്താണ്? എന്നാൽ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ ഓ പ്രൈസ് ഗോഡ്. നമ്മൾ ചിന്തിക്കും, ഈ പ്രവചനം എന്ന് പറയുന്നത് കേവലം അന്യഭാഷ പറഞ്ഞുകൊണ്ട് പറയുന്ന ദൂതുകൾ മാത്രമാണോ? സ്തോത്രം. ദൈവത്തിന്റെ റിയൽ പ്രൊപ്പസി എന്ന് പറയുന്നത് വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനമാണ്. പത്രോസിന്റെ ലേഖനത്തിൽ
നിങ്ങൾ ഒരു ഭാഗം വായിച്ച് അത് കൺഫേം ചെയ്തിട്ട് മുന്നോട്ട് പോകണം. എന്താ എഴുതിയിരിക്കുന്നത്? ആമേൻ. ഒരുവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് എന്ന പോലെയും വായിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. ഒരുവൻ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 4 വേഴ്സ് 11, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 4 വേഴ്സ് 11 എന്താ എഴുതിയിരിക്കുന്നത്? ഇഫ് എ മാൻ പ്രീച്ചിങ്, എന്താണ് ഒരാള് പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു. ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു. കഴിഞ്ഞ അതേ 20 പരം സെഷനുകളിലായി നിങ്ങൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ, ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ടു, ഉള്ളിൽ അസ്ത്രം പോലെ തറച്ച് എന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ ക്ലാസ്സുകൾ. സ്തോത്രം. എന്നെ മെനഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു, എന്നെ പണിതെടുത്തുകൊണ്ടിരിക്കുന്നു. പലരും പല സ്റ്റേറ്റ്മെന്റ് ആണ് ഇട്ടിരിക്കുന്നത്. അവിടെ എല്ലാം ഞാൻ മോണിറ്റർ ചെയ്തപ്പോൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞ കാര്യം ഇതാണ്: ഈ വചനം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നു, രൂപാന്തരപ്പെടുത്തുന്നു, നമ്മളെ പണിതെടുക്കുന്നു. ഇതാ കാണുന്നത്. എന്താ? ഒരുവൻ ദൈവവചനം പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടാണ്. ഓ പ്രൈസ് ഗോഡ്. നിങ്ങൾ ആത്മനിയോഗത്തോടുകൂടി ഒരു സ്നേഹിതരോടോ പിന്നെ നിങ്ങൾക്ക് നിയോഗം കിട്ടിയവരോടോ അറിയിക്കുമ്പോൾ അത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. എന്റെ മനസ്സിൽ ഞാൻ ലോങ് ഡേയ്സ് പ്രയറിൽ ഇരിക്കുമ്പോൾ എന്റെ പെങ്ങൾ അന്ന് ട്രിവാൻഡ്രത്ത് മാറിവാനിയസ് കോളേജിൽ എംകോമിന് പഠിക്കുന്ന സമയം, അവൾ രഹസ്യമായി സ്നാനപ്പെടാനൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്. സ്തോത്രം. വീട്ടിൽ അന്ന് അതിന് അനുവാദമില്ല. ഒരു ആരാധനയ്ക്ക് വന്നതിന് പെങ്ങളെ പപ്പ ചൂരവടി വെച്ച് 10-12 അടിയൊക്കെ അടിച്ചായിരുന്നു. അപ്പോൾ പക്ഷേ ആ മാറിവാനീസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാക്യങ്ങൾ നീ എഴുതി അവൾക്ക് അയക്കുക. എന്റെ സഹോദരങ്ങളെ, ഞാൻ കത്തയച്ചു. കത്ത് വായിച്ച് ആ നിമിഷം അവൾ അഭിഷേകം പ്രാപിപ്പാനിടയായി തീർന്നു. നിങ്ങൾക്ക് കിട്ടുന്ന നിയോഗവചനങ്ങൾ ഏത് രൂപത്തിലാണെങ്കിലും വിടണം. ആരെയും നശിപ്പിക്കാനല്ല, ജീവിതങ്ങളെ ബെസ്റ്റ് സോൾ വിന്നേഴ്സ് ആയി തീരാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതെ, അവിടെ നമ്മൾ വായിക്കുന്ന. എന്നാൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ ദർശനത്തിലൂടെയോ സ്വപ്നത്തിലൂടെയോ ഞാൻ അവനോട് സംസാരിക്കും. എന്നാൽ ഞാൻ മോശയോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നത് അങ്ങനെയല്ല. പിന്നെന്താണ് വായിച്ച ടെൽസ? എന്താ എഴുതിയിരിക്കുന്നത്? മറപ്പൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടാണ്. നോക്കിക്കേ, സീ ദ ഇന്റിമസി വിത്ത് ഗാഡ്. ദൈവമായിട്ടുള്ള ആ സഹിത്വം നോക്കിക്കേ. പ്രൈസ് ലോർഡ്. എന്താണ് ഡ്രീം? എന്താണ് വിഷൻ? ദൈവത്തിന് സ്തോത്രം. സ്വപ്നം വേറെയാണ്, ദർശനങ്ങളും വേറെയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു വിദ്യാർത്ഥിയുമായി ഒരുമിച്ചൊരു സ്ഥലത്തുനിന്ന് ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി. ആമേൻ. പത്തനംതിട്ടയ്ക്കും അതേ കോന്നിക്കും ഇടയിലുള്ള ഒരു സ്ഥലത്ത് വരാറായപ്പോൾ ഞാൻ ഇങ്ങനെ കാണുകയാണ്. ദർശനം പോലെ, ഞാൻ വണ്ടി ഓടിക്കുന്നുവെങ്കിലും ദർശനം പോലെ കാണുകയാണ്. ഇത് പ്രവാചകിയായ ഭാര്യയെ സുവിശേഷകനായ ഭർത്താവ് വെട്ടിക്കൊന്നതിന് അറസ്റ്റിൽ ഞാൻ കാണുകയാണ്. നാളെ രാവിലത്തെ മനോരമ പത്രത്തിൽ ആ വാർത്ത വരാൻ പോവുകയാണ്. പാസ്റ്റർ ജെയ്സൺ തോമസ്, അദ്ദേഹം ഇന്ന് കാസർഗോഡിലെ ചച്ചപ്ഗോണിന്റെ ഡിസ്ട്രിക്റ്റിന്റെ ഇൻചാർജ് ആയിട്ടിരിക്കുകയാണ്. എൻ്റെ ശിഷ്യനാണ്. ഞാൻ ചില വർഷങ്ങൾ ദൈവവചനം പഠിപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ ആ മകനോട് പറഞ്ഞു, മോനെ, ദാണ്ടെ പ്രവാചകിയായ ഭാര്യയെ സുവിശേഷകനായ ഭർത്താവ് വെട്ടിക്കൊന്നതിന് അറസ്റ്റിൽ ഞാനിത് ദർശനം കാണുന്നു. നാളെ മനോരമയുടെ ഫ്രണ്ട് പേജിൽ വരാൻ പോകുന്ന വാർത്തയാണ്. നമുക്ക് ആ വീട്ടിൽ കയറിയിട്ടേ പോകാൻ പറ്റുള്ളൂ. സ്തോത്രം. ദൈവം ഞങ്ങളെ ആ വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ കോളിംഗ് ബെൽ അടിച്ചിട്ട് ആ വെളിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, പ്രവാചകിയായ ഭാര്യയെ സുവിശേഷകനായ ഭർത്താവ് വെട്ടിക്കൊന്നതിന് അറസ്റ്റിൽ എന്ന് ഇത് നാളെ രാവിലത്തെ മനോരമയുടെ പത്രത്തിൽ വരാൻ പോകുന്ന വാർത്തയാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. സ്തോത്രം. ഇത് പറഞ്ഞ് കേട്ടുടനെ അദ്ദേഹം പറയാണ്, അവൾ വരാത്ത താമസം അവളുടെ തല ഞാൻ വെട്ടു എന്ന് പറഞ്ഞിട്ട് സോബാസിറ്റിയുടെ കീഴിൽ വെച്ചിരുന്ന വാക്കത്തി എടുത്ത് കാണിപ്പാനിടയായി. സഹോദരങ്ങളെ, ദർശനം എന്ന് പറയുന്നത് ഇതാണ്. സ്തോത്രം. സ്വപ്നം എന്താണ്? അതേ, സ്വപ്നം രാജാക്കന്മാർ കാണാറുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരൊന്നും അല്ലെങ്കിലും ഭരിക്കുവാനായി ദൈവമാണ് ആക്കുന്നത്. അവൻ രാജാക്കന്മാരെ ആക്കുന്നു, അവര് നീക്കുന്നു. സ്തോത്രം. ഏത് മൃഗം പോലുള്ള മനുഷ്യൻ ഒരു രാജ്യത്ത് വാണാലും നിങ്ങൾ മനസ്സിലാക്കണം, അധമനായവനെയും ദൈവം രാജ്യത്വത്തിന്മേൽ വാഴിക്കുന്നു.
എന്തിനാണ്? ആ ജനതയുടെ മേൽ ആ കാലഘട്ടത്തിൽ അവരാണ് ഭരിക്കേണ്ടത്. നമ്മൾ വിചാരിക്കുന്നവരോ നമ്മൾ ചിന്തിക്കുന്നവരോ ഒന്നും ആയിരിക്കുകയില്ല ചില സ്ഥലങ്ങളിൽ ചില രാജ്യങ്ങളിൽ റൂൾ ചെയ്യുന്നത്. സ്തോത്രം. എന്നാൽ ആ രാജാക്കന്മാരെയൊക്കെ ദൈവമാണ് ആക്കുന്നത്. നെബൂഖദ്നേസറിന് സ്വപ്നമുണ്ടായി, ബെൽഷസ്സറിന് സ്വപ്നം ദർശനങ്ങൾ ഉണ്ടായി, ഫറവോന് സ്വപ്നമുണ്ടായി. ഇതൊക്കെ വ്യാഖ്യാനിക്കാനായിട്ട് ആ രാജ്യങ്ങളിൽ ദൈവാത്മാവുള്ള ചിലരെയും ആക്കി വെച്ചിരുന്നു എന്നുള്ളതാണ് അതിന്റെ മറുവശം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഓർത്തുകൊള്ളണം, നിങ്ങളുടെ ഭവനത്തിൽ ഒരു വിഷയം വരുന്നെങ്കിൽ, നിങ്ങളുടെ തലമുറയിൽ ഒരു വിഷയം വരുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ കാണിക്കും. ഒരിക്കൽ ഞാൻ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക, വൈഫ് സിറ്റ് ഔട്ട് തൂത്തുകൊണ്ടിരിക്കുക. എന്നോട് പറയാം, അച്ഛാ ഞാനൊരു ദർശനം കാണുന്നു. എന്താണ്? അച്ഛൻ കാലെ പ്ലാസ്റ്റർ ഇട്ട് വിടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നിനക്ക് നല്ലതൊന്നും കാണാൻ വയ്യ കൊച്ചേ. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് നമ്മള് ആക്സിഡന്റ് ആയി പ്ലാസ്റ്റർ വിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്ന കാര്യം, എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവാത്മാവ് നമ്മളെ അറിയിക്കും. എങ്ങനെ? ആമോസ് 3:7, ആമോസ് ചാപ്റ്റർ 3:7 എന്താണ്? God reveals secret to prophets. Praise the Lord. ദൈവം യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യങ്ങൾ ദൈവം അറിയിച്ചുകൊണ്ടേയിരുന്നു. അതിനുള്ള മുഖാന്തരങ്ങൾ എന്തിനാ അറിയിക്കുന്നത്? ഇവിടെ പറയുന്നത് God reveals his secret to prophets. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, ഞാൻ പറയാം, ഈ അഭിഷേകത്തിനകത്താണല്ലോ എല്ലാ വരങ്ങളും നിറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ആണോ? ആണെങ്കിൽ യെസ് ലോർഡ് എന്ന് പറഞ്ഞാട്ടെ കർത്താവിനോട്. അതെ. അപ്പോൾ ഈ അഭിഷേകത്തിനകത്ത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, ഞാന് ചിലരോട് ധാരാളം ദൂതുകൾ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ അതിന്റെ ആരംഭകാലം കൂടെ നിങ്ങൾ അറിയണമല്ലോ. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഞാൻ പ്രവാചകന്മാരെ കണ്ടിട്ടില്ല. സ്തോത്രം. ഇതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് യാതൊരു അറിവുമില്ല. അപ്പൊ ബൈബിൾ സ്കൂളിൽ ചെന്നപ്പോൾ ഓരോരുത്തരും പ്രവചിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ ഞാനും ഇത് പറയണമായിരിക്കും. സ്തോത്രം. വിക്കനായ ഒരു മാമച്ചനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വാക്ക് പറയണമെന്നുണ്ട് 9 പ്രാവശ്യം വിക്കും. അതിശോക്തി പറയല്ല കേട്ടോ. സ്തോത്രം. പക്ഷേ അദ്ദേഹത്തിന് കാര്യമായിട്ട് എഴുതാനും അറിയത്തില്ല, വായിക്കാനും അറിയത്തില്ല. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതാണ്. സ്തോത്രം. പക്ഷെ നിങ്ങൾക്കറിയാമോ, മാമച്ചൻ എന്ന ആ പ്രിയപ്പെട്ടവൻ ആമേൻ ആരാധിക്കുമ്പോൾ, ആത്മനിറവിലേക്ക് വന്നു കഴിയുമ്പോൾ മാമച്ചന്റെ വിക്കുപോകും. അതാണ് പറയാൻ വന്നത്. മാത്രമല്ല, മാമച്ചൻ പ്രവചനാത്മാവിനാൽ ദൈവം നിറച്ചു അവിടെ. സ്തോത്രം. കരുവാറ്റ ബൈബിൾ സ്കൂളിൽ വെച്ച്, ഒരു ചെറിയ സ്ഥാപനമാണ്. അനേകം ദൈവദാസന്മാർ, ദർശനമുള്ള അനേകം ആളുകൾ അവിടുന്ന് ആമേൻ ഒരുക്കപ്പെട്ട് ലോകരാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പോൾ അവിടെ താൻ ഇങ്ങനെ ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ താൻ പ്രവചനാത്മാവിൽ നിറഞ്ഞ ആളുകളോട് ദൂത് പറയും. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഇതാണ്, പ്രവചനാത്മാവിൽ നിറഞ്ഞ് മാമച്ചൻ ദൂത് പറയുമ്പോൾ മാമച്ചന്റെ അധരത്തിന് വിക്കില്ല. Praise the Lord. ദൈവം ഉപയോഗിക്കുമ്പോൾ നിന്റെ സകല വീക്ക്നെസ്സും മാറും. സ്തോത്രം പറഞ്ഞില്ല. നിന്റെ എബിലിറ്റി ഇല്ലായ്മയൊക്കെ നീ മാറ്റി അങ്ങോട്ട് വിശ്വാസത്താൽ വെച്ചിട്ട് പറ, I can do all things through Christ who is strengthened me. Hallelujah. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. അങ്ങനെ ഇരിക്കുമ്പോൾ പലരും പ്രവചിക്കുന്നു. അപ്പൊ ഞാനും ഒരു ദിവസം എന്റെ മനസ്സിൽ തോന്നി, അപ്പൊ നീയും ഇതൊക്കെ പറയണം. അപ്പൊ ഞാനും ഒരാളോട് പറഞ്ഞു, മോനെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്റെ ഗ്യാസ് പോയി, വേറെ ഒന്നും പറയാനില്ല. മനസ്സിലായോ? അയ്യോ, പിന്നെ എനിക്ക് സമാധാനവും പോയി, എന്റെ സ്വസ്ഥത പോയി. എനിക്ക് കരച്ചിലും വെപ്രാളവും ആദിയും എല്ലാമായി. സൗരന്മാരോട് എന്നോട് ചോദിച്ചു, ഷാജി എന്തു പറ്റി? ഷാജി എന്തു? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ഞാനും പറഞ്ഞു, മോനെ നിന്നെ അനുഗ്രഹിക്കുന്നു. പിന്നെ ഒന്നും പറയാനും അറിയത്തില്ല. ഭയങ്കര ഭാരം, കുറ്റബോധം. മനസ്സിലായോ? വ്യാജ പ്രവചനം, ഭോഷ്ക് പ്രവചനം നമ്മുടെ അധരത്തിൽ നിന്ന് ഒരിക്കലും വീഴരുത്. സ്തോത്രം. നിനക്ക് ദാഹമുണ്ടെങ്കിൽ പൗലോസ്ലീഹ പറയുന്നു, ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പീൻ, വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. പ്രൈസ് ഗോഡ്. വളർച്ചയുടെ ഘട്ടങ്ങൾ വരുമ്പോൾ പക്വതയില്ലാത്ത പ്രാർത്ഥനയും പക്വതയില്ലാത്ത പ്രവൃത്തിയും പക്വതയില്ലാത്ത നീക്കങ്ങളും ഒക്കെ നമുക്കുണ്ടാകും.
പണ്ട് അമ്മച്ചി കർത്തമേശ എടുക്കാൻ വന്നപ്പോൾ വീഞ്ഞു കൊടുത്ത ദൈവദാസൻ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാം കുടിച്ചു. അപ്പം അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇതെന്നാ പണിയാ കാണിച്ച് ബാക്കിയുള്ളവർ കൊടുക്കണ്ടേ, യേശുവിന്റെ രക്തം എത്ര കുടിച്ചാലും എനിക്ക് മതി വരികയില്ല. അപ്പോൾ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷെ മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്ത് പോകണം. നിങ്ങൾ ശ്രദ്ധിക്കുക, God reveals his secrets to prophets. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവം നിങ്ങളോട് ഹൃദ്യമായി ഇടപെടും. കഴിഞ്ഞ സെപ്റ്റംബർ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമ്മൾ പാർക്കുന്നിടത്തുനിന്ന് നമ്മൾ ദൈവം മാറ്റാൻ പോവുക. എന്നോട് ചോദിച്ചു, നീ എവിടെ മാറുന്നു, എത്ര വാടക വീടായി? സ്തോത്രം. ഞാൻ പറഞ്ഞു, മാറാൻ പോവുകയാ. അപ്പൊ ഇനി നമ്മൾ എവിടെ പാർക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇനി പാർക്കുന്നത് നീ ഇവിടെ വന്ന് പാർക്ക എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കും. നമ്മൾ അവിടെ ആയിരിക്കും ഒരു ബ്രാക്കറ്റ് കാലം പാർക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന ഈ വീട് ഒരാൾ വിളിച്ച് തന്നിട്ട് താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. ഞാൻ ഒത്തിരി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ദൈവം സംസാരിക്കും, ദൈവം സംസാരിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് കരയാൻ പറ്റുമോ? ഓ ഗാഡ്, സ്പീക്ക് ടു മീ, സ്പീക്ക് ടു മീ ലോർഡ്, സ്പീക്ക് ടു മീ ലോർഡ്. ഒരു പ്രവാചകനിൽ നിന്ന് കേൾക്കാനല്ല നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കേണ്ടത്. ദൈവത്തിന് ഇഷ്ടം നിങ്ങളോട് ഡയറക്റ്റ് സംസാരിക്കാനാണ്. ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിച്ചാൽ there is no confusion. ദൈവം സംസാരിച്ചാൽ അതിന് ക്ലാരിഫിക്കേഷൻ കാണും. ചില പ്രവാചകന്മാര് വന്നിട്ട് വീട്ടിൽ നിന്ന് വന്നിട്ട് പോയി കഴിഞ്ഞാൽ ഉള്ള സമാധാനം പോകും. ഇല്ലാത്ത ബന്ധനങ്ങളെല്ലാം അവർ പറയും, ഇല്ലാത്ത കെട്ടുകളെല്ലാം പറയും, ഇല്ലാത്ത പാരമ്പര്യങ്ങളെല്ലാം പറയും. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, നിങ്ങൾ ഒരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് കിട്ടിയാൽ, US-ലുള്ള ഒത്തിരി പേര് ഇവിടെ ഉണ്ട്, UK-യിലുള്ള പല ആളുകളുണ്ട്, അയർലൻഡിലുള്ള ആളുകളുണ്ട്, പല രാജ്യങ്ങളിലുള്ള ആളുകളുണ്ട്. മൈഗ്രേറ്റ് ചെയ്ത് PR കിട്ടി സിറ്റിസണായ ആളുകൾ, സ്തോത്രം. പിന്നെ തിരിച്ച് ഈ രാജ്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അവർ വേറെ വിസ എടുക്കണം, അല്ലെ ഡുവൽ സിറ്റിസൺഷിപ്പോ അല്ലെ OC കാർഡോ ഒക്കെ എടുക്കണം. വേണ്ടായോ? പറ. വേണം. എന്താ കാര്യം? സിറ്റിസൺഷിപ്പ് മാറിക്കഴിഞ്ഞപ്പോൾ, പൗരത്വം മാറിക്കഴിഞ്ഞപ്പോൾ, ഭരണം മാറി, നിയമം മാറി. തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിന്റെ രക്തത്തിലാണ് വീണ്ടെടുത്തിരിക്കുന്നത്. സ്തോത്രം. അതും സാത്താന് വണ്ടിക്കൂലിയൊന്നും കൊടുക്കണ്ട. നിങ്ങൾ നിരൂപിക്കുന്നതിന് മുമ്പേ അവൻ എത്തേണ്ടടുത്ത് എത്തും, അത് വേറെ കാര്യം. പക്ഷേ നിങ്ങളെ മുൻപും പിൻപും അടച്ച് നിങ്ങളുടെ മേൽ തലയിൽ കരം വെച്ച് നടത്തുന്ന തമ്പുരാന്റെ വചനത്തിന്റെ ഉള്ളറയിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ സാത്താൻ ഒരുപാട് ടാർഗറ്റുകളുണ്ട്, സാത്താൻ ഒരുപാട് പദ്ധതികളുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് തീർത്തു പറയാം, there is no wisdom, there is no insight, there is no plan that can succeed against the Lord's will. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ തിരിച്ചറിയണം, ദൈവത്തിന് നിങ്ങളെ വീണ്ടെടുത്ത് നിങ്ങളെ കുറിച്ച് ഈ മണ്ണിൽ നിങ്ങൾ ജനിച്ചതിന്റെ പിറകിൽ ദൈവത്തിന് ഒരു പെർഫെക്റ്റ് പർപ്പസ് ഉണ്ട്. Never say I am an unwanted person. ഒരിക്കലും നിങ്ങളുടെ ഉള്ളം കൊണ്ട് ഒരിക്കലും പറയരുത്, കർത്താവേ ഞാനൊരു വേണ്ടാതെ ജനിച്ച ഒരു അധികപ്പറ്റായി പോയല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, ബാല്യത്തിൽ അപ്പനും അമ്മയും മരിച്ചുപോയി അനാഥബാലികയായി വളർന്ന എസ്തേർ രാജ്ഞിപദത്തിലേക്ക് എത്തിയത് ദൈവത്തിന്റെ പ്ലാനായി. സ്തോത്രം. മൈഗ്രേറ്റ് ചെയ്യാൻ മോവാബ്യ ദേശത്ത് പോയ നവോമിയും തന്റെ ഭർത്താവായ എലിമലേക്കും മഗ്ദോനും കില്ലിയോനും ആമേൻ 3 പേരും മരിച്ചു. ഭർത്താവ് മരിച്ചു, ആൺമക്കൾ മരിച്ചു. അന്യദേശത്ത് മൈഗ്രേറ്റ് ചെയ്യാൻ പോയവരാ. പക്ഷെ അവിടെ നിന്ന് കിട്ടിയ മോവാബ്യ സ്ത്രീ ആയിരിക്കുന്ന രൂത്ത്, ആമേ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ വരുന്ന ബോവസിന്റെ പട്ടികയ്ക്കകത്ത് കയറി വരാൻ ഇടയായി തീർന്നത്. ആമേ ആമേ അൺവാണ്ടഡ്. നീ എന്നോട് എന്നെ മാറാ എന്ന് വിളിപ്പീൻ, നവോമി എന്ന് വിളിക്കരുത്, മാറാ എന്ന് വിളിപ്പീൻ എന്ന് അവൾ ഉറക്കെ പറഞ്ഞു. Praise God. Hallelujah. യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ വരേണ്ടതിന് വേണ്ടിയാണ് ഈ ട്രാജഡികളെല്ലാം സംഭവിച്ചത്. ആമേ. ഇന്നത്തെ പെയിനായി നിങ്ങൾ സ്തോത്രം ചെയ്യണം, ഇന്നത്തെ ആഗണിക്കായി സ്തോത്രം ചെയ്യണം. 1000 പേര് നിങ്ങളെ ശപിച്ചാലും 10,000 പേര് നിങ്ങളെ ദുഷിച്ചാലും ഡസന്റ് മാറ്റർ. നിങ്ങൾ ധൈര്യപ്പെട്ടുകൊണ്ട് പറയണം, എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച്, എന്റെ തലമുറയെ കുറിച്ച്, എന്റെ ഫാമിലി ലൈഫിനെ കുറിച്ച് ഒരു വണ്ടർഫുൾ പ്ലാൻ ഉണ്ട്. ദൈവം അറിയിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ ദൈവം യെഹെസ്കേലിനോട് പറയുകയാണ്, when I speak with thee, I will open thy mouth.
എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ നിന്റെ വായ തുറക്കും. സ്തോത്രം മക്കളെ, ദൈവം സംസാരിക്കുന്നു, ദൈവം ദർശനങ്ങളിലൂടെ ഇടപെടുന്നു, ദൈവിക. അപ്പോൾ നെഹമ്യാവിന് ദൈവം കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുത്തു. നെഹമ്യാവിന് കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് എന്താണ് എഴുതിയിരിക്കുന്നത്? 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കി. ഒന്ന് വരയിടാമോ? ദൈവം അവരുടെ ആലോചന നിഷ്ഫലമാക്കി. ശ്രദ്ധിച്ചാട്ടെ. ആമേൻ. സദൃശ്യവാക്യം, ഇനി പറയുന്ന റെഫറൻസുകൾ നിങ്ങൾ കുറിച്ചു വെക്കണം, നിങ്ങൾ പിന്നീട് ധ്യാനിക്കണം. സ്തോത്രം. സദൃശ്യവാക്യം 21-ാം അധ്യായം 30-ാം വാക്യം. ആമേൻ. സ്തോത്രം. എന്താ എഴുതിയിരിക്കുന്നത്? ആമേൻ. സ്തോത്രം. സ്തോത്രം. വേഗം വായിച്ചു വിടാമോ? യഹോവയ്ക്കെതിരെ ജ്ഞാനമില്ല. യഹോവയ്ക്കെതിരെ ജ്ഞാനമില്ല സഹോദരങ്ങളെ. പിന്നെ ബുദ്ധിയുമില്ല, ആലോചനയുമില്ല. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ആദ്യം നിങ്ങൾ പറയണം, എന്റെ ദൈവമായി എന്നെ ഇവിടെ ആക്കി. പിശാചേ, നീ അല്ല എന്നെ ആക്കിയത്, എന്റെ ദൈവമായി എന്നെ ആക്കി. എനിക്ക് തന്ന കുടുംബ ജീവിതം എത്ര കുറവ് ഹസ്ബൻഡിൽ ഉണ്ടാകട്ടെ, എത്ര കുറവ് ഭാര്യയിലും ഉണ്ടായിക്കൊള്ളട്ടെ, എത്ര കുറവ് കുഞ്ഞുങ്ങളിലും ഉണ്ടായിക്കൊള്ളട്ടെ, ഇതെല്ലാം സാത്താൻ വിരൽ ചൂണ്ടി ഹൈലൈറ്റ് ചെയ്താലും നിങ്ങൾ പറയണം, യെസ്, ഇതെല്ലാം ശരിയാകുന്ന സമയം വരും, ഇതെല്ലാം ശരിയാകുന്ന സമയം വരും. ചേർന്ന് പറഞ്ഞോണം. കാരണം സാത്താൻ നിങ്ങളെ ലൊക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ മാനസിക മണ്ഡലത്തെ ഇടിച്ച് നിങ്ങളെ ആത്മീയമായി തളർത്തി നിങ്ങളുടെ മനസ്സിന് ഭാരം വരുത്തി നിങ്ങളുടെ ഉള്ളിൽ പെയിൻ ഉണ്ടാക്കി നിങ്ങളെ തന്നെ സ്വയം ശപിച്ചും പ്രാഗി അലയ്ക്കുന്ന ഒരു അമ്മയായോ മാതാവായോ സഹോദരിയായോ നിങ്ങൾ എന്നും അലഞ്ഞ് തിരിഞ്ഞ് നടക്കണമെന്ന് സാത്താൻ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആത്മാവിൽ പറയണം, എന്താണ്? യഹോവയാണ് എന്നെ ആക്കിയത്, എന്റെ തമ്പുരാനാണ് എന്നെ ആക്കിയത്, എന്റെ കർത്താവാണ് എന്നെ ആക്കിയത്. സാത്താനെ, ദൈവഹിതത്തിനെതിരെ നിനക്കൊരു ജ്ഞാനമില്ല, നിനക്കൊരു ബുദ്ധിയില്ല, നിനക്കൊരു ആലോചനയുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, there is no wisdom against God's purpose. There is no insight against God's purpose. There is no plan that can succeed against the Lord's purpose. Praise the Lord. അതുകൊണ്ട് തമ്പുരാൻ എന്താ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ചില പറയൂ, മന്ത്രവാദികളുടെ ശല്യം ഭയങ്കര പാസ്റ്ററെ, അഭിചാരകന്മാരുടെ ഭയങ്കരമാ പോരാട്ടം, ഭയങ്കരമാ പാസ്റ്ററെ, പോരാട്ടം, ഭയങ്കര പോരാട്ടമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 17-ാമത് വാക്യം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടെ, എന്താ എഴുതിയിരിക്കുന്നത്? നിനക്കെതിരായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. എല്ലാവരുടെയും വേദപുസ്തകത്തിൽ അത് ഉണ്ടോ? എല്ലാവരുടെയും വേദപുസ്തകത്തിൽ ഉണ്ടോ? അത് ഉണ്ടല്ലേ? അതൊന്ന് വരയിടാമോ? സ്തോത്രം. നിനക്കെതിരായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കില്ല. നിനക്കെതിരായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കില്ല. ഒരുമിച്ചൊന്ന് പറഞ്ഞേ, എനിക്കെതിരായി ഉണ്ടാക്കുന്ന കർത്താവിന്റെ നിന്റെ കുഞ്ഞുങ്ങൾ പ്രതിസന്ധിയിലൂടെ ആയിരിക്കാൻ പോകുന്നത്. ഈ ചില ആളുകളെ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസിലൊക്കെ കണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ എൻ്റെ ഒരു ചിന്താഗതിയാ പറയുന്നത്, അതൊരു ഉപദേശമായിട്ടൊന്നും നിങ്ങൾ എടുക്കണ്ട. എന്തെങ്കിലുമൊക്കെ കുട്ടിക്കൊഴിച്ചിലുകളൊക്കെ ഉണ്ടാക്കി അധികം പുറത്തു ചാടാതെ അടിച്ചൊതുക്കിയൊക്കെ ഒരു പരുവത്തിലൊക്കെ, അത് ദൈവത്തിന്റെ സ്നേഹമാണ്. അവരുടെ വിവാഹപ്രായമൊക്കെ അടുത്തു വരുമ്പോഴത്തേന് കാര്യങ്ങളെല്ലാം റെഡിയായി തിരിഞ്ഞു വന്ന് നല്ല ട്രാക്കിലൂടെ ദൈവം. എന്താ കാര്യം എന്നറിയാമോ? ഈ അപ്പന്റെ അമ്മയുടെയും കണ്ണുനീര് ദൈവസന്നിധിയിൽ കിടക്കുന്നത് കൊണ്ട് അവരുടെ ഇഷ്ടം അനുസരിച്ച് ഒരു ചാട്ടത്തിനും ചിലപ്പോൾ വിടത്തില്ല. യേശുവിന്റെ നാമത്തിൽ ചെയ്യും. ദൈവ ഇഷ്ടത്തിനായി ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോട് കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിക്കുന്നു. നിനക്കെതിരായി
ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല എന്ന് പറഞ്ഞാൽ നിന്റെ ഫാമിലി ലൈഫിനെതിരായി, നിന്റെ പ്രൊഫഷനെതിരായി, നീ ജോലി ചെയ്യുന്ന ദൈവം ആക്കിയ നിന്റെ പോസ്റ്റിന് വിരോധമായി ആരൊക്കെ നിനക്കെതിരെ എന്നാ ആയുധം ഉണ്ടാക്കിയ, ഞാൻ പറയാം 10,000 മന്ത്രവാദി നിനക്കെതിരെ എഴുന്നേറ്റാലും അവന്റെ പുസ്തകം ചുടുന്ന ഒരു അഭിഷേകം നിന്റെ തലയിലുണ്ട്. ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നുണ്ടോ? നിനക്കെതിരെ എത്ര ഗ്യാങ് എഴുന്നേറ്റ് വന്നാലും ആമേൻ, നിങ്ങൾ വായിക്കണം എസ്തേറിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 10-ാം വാക്യം. എന്താ എഴുതിയിരിക്കുന്നത്? ആമേൻ, എസ്തേറിന്റെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം. അങ്ങനെ അവർ ഹാമാനെ മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ കഴുകുമരത്തിൽ തൂക്കിക്കൊന്നു. അപ്പോൾ അവർ ഹാമാനെ അവൻ മൊർദെഖായിക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴുമരത്തിന്മേൽ തന്നെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ എന്താണ് എഴുതിയിരിക്കുന്നത്? നമ്മൾ കാണുന്നത് ഹാമാൻസിന്റെ ഈവിൾ പ്ലാൻ എന്ത് ചെയ്തു? ഉപവാസം ഡിസ്ട്രോയ് ചെയ്തെന്നല്ലേ? ഇസ്രായേൽ ജനതയ്ക്കെതിരായി എഴുന്നേറ്റ ഹാമാന്യ ശക്തി ഉപവാസത്താൽ തകർക്കപ്പെട്ടു. 50 മുഴം അടി, 50 മുഴം ഉയരം ആകട്ടോ എന്ന് പറഞ്ഞാൽ, ഒരു മുഴം എന്ന് പറഞ്ഞാൽ 1.5 അടിയാ, 75 അടി ഉയരം. 7 നില കെട്ടിടത്തിന്റെ മണ്ടയിലാ തൂക്കിയെ. ആമീൻ. 7 നില കെട്ടിടത്തിന്റെ മണ്ടയിൽ തൂക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവനെ പരസ്യകോലമാക്കണം. ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. നിന്നെ പരസ്യകോലമാക്കാൻ, പ്രാർത്ഥിക്കുന്ന നിന്നെ പരസ്യകോലമാക്കാൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓ ഹല്ലേലൂയ. ഏത് ശക്തികൾ എവിടെ എഴുന്നേറ്റാലും ഓർത്തിരുന്നു കൊള്ളണം, തിരിച്ചടി ഉണ്ടാകും. സ്തോത്രം. മറ്റു ചില വാക്യങ്ങളൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു. ആമേൻ. ലമെന്റേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 37. ദൈവം കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ആമേൻ. 33-ാം സങ്കീർത്തനം 10-ാം വാക്യം കൂടെ അതിനോട് ചേർത്ത് വായിക്കണം. 33-ാം വാക്യം. സ്തോത്രം. 33-ാം അധ്യായം 10-ാം വാക്യം. ഒരാൾ വായിക്കേണ്ടത് 3:37. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. അതെ, 33:10 ഇപ്പോൾ അത് എൽസ വായിക്കുന്നത്. എന്താണ്? യഹോവ ജാതികളുടെ ആലോചന എന്ത് ചെയ്യുന്നു? വ്യർത്ഥമാക്കുന്നു. വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. ഞങ്ങൾ ധാരാളം മിഷണറി ഫീൽഡുകളിൽ കർത്താവിന്റെ വേല ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വ്യത്യസ്ത നിലകളിലുള്ള യുദ്ധങ്ങൾ, ആക്രമണങ്ങൾ, പോരാട്ടങ്ങൾ, പോലീസ് കേസുകൾ, ഗുണ്ടകളെ അയക്കുക, വധഭീഷണി വരിക, ഓടിപ്പോകാൻ പറയുക. നമുക്ക് ദൈവം അയച്ചവനെ ഓടത്തില്ല, അവിടെ നിൽക്കും. സ്തോത്രം. ദൈവം നട്ട തയ്യെ ദൈവം പാലിക്കും. ചേർന്ന് ആമീൻ പറയാലോ നിങ്ങൾക്കല്ലേ? നിങ്ങളെ ഉപയോഗിക്കുന്ന ദൈവം കണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ, സ്തോത്രം, സ്തോത്രം. നോ ഈവിൾ scheme can prevail when God is involved. ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ സാത്താന്റെ ഒരു സ്കീമും അവിടെ വിജയിക്കും. മനസ്സിലായോ? നിന്റെ വിഷയത്തിൽ ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ സാത്താന്റെ ഒരു ഈവിൾ സ്കീമും നിന്റെ മേളിൽ സക്സസ് ആകത്തില്ലെന്നാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ നെഹമ്യാവ് എന്ത് ചെയ്യുന്നു? ദൈവാലയത്തെ കുറിച്ചും ദൈവത്തിന്റെ ആലയത്തിന്റെ മതിലിനെ കുറിച്ചുമുള്ള വേദന തന്നെ അലട്ടി താൻ പണിയാൻ പോയി. സഹോദരങ്ങളെ, ലക്ഷക്കണക്കിന് രൂപ മുടക്കി ദൈവമക്കൾ തങ്ങളുടെ ഭവനങ്ങളെ പുതുക്കുന്നു, റിനോവേറ്റ് ചെയ്യുന്നു, പെയിന്റ് അടിക്കുന്നു. പക്ഷേ നിങ്ങൾ കൂടുന്ന ചെറിയ കൂട്ടായ്മയിലെ ആലയത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വർഷങ്ങളായി ആ ബോർഡ് മാഞ്ഞു പോയ, പെയിന്റ് പോയ നിങ്ങളുടെ ചർച്ചിന്റെ ബോർഡിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആലയത്തിന്റെ ചുറ്റുമതിലിൽ പണ്ട് എഴുതി വെച്ച വാക്യങ്ങളെല്ലാം മാഞ്ഞുപോയി, പായല് പിടിച്ച് നാട്ടുകാർ മൂക്കത്ത് വിരൽ വെച്ച് വെന്തിക്കോസുകാരൻ അതിനകത്ത് ആരാധിക്കുക. ഇവനൊക്കെ 2 ലിറ്റർ പെയിന്റ് മേടിച്ചു നിന്ന് അടിക്കാൻ ഗതിയില്ലാതെ പോയല്ലോ. വില കൂടിയ കാറിൽ അഭിമാനത്തോടെ ചർച്ചിലേക്ക് വരുന്ന എന്റെ സഹോദര,
കോടികൾ മുടക്കി പണിത വീട്ടിൽ പാർക്കുന്ന സഹോദര, ലക്ഷപ്രഭുവായി ജീവിക്കുന്ന നിന്നോട് ഇന്ന് രാവിലെ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആലയത്തെ കുറിച്ച് എരിവില്ല? എന്റെ ആലയം ശൂന്യമായി കിടക്കുമ്പോൾ നിങ്ങൾ തട്ടിട്ട പുരകളിൽ പാർക്കുവാൻ ഇച്ഛിക്കുന്നുവോ എന്ന് തിരുവഴുത്തിൽ കാണുന്നത് പോലെ നിങ്ങളുടെ എല്ലാം വീടുകളുടെ ചുറ്റുമതിലുകൾ പെയിന്റ് അടിച്ച് ദൈവവചനം എഴുതി വെക്കണം. സ്തോത്രം, സ്തോത്രം. രാഷ്ട്രീയക്കാർക്ക് പോസ്റ്റർ ഒട്ടിക്കാനല്ല നിന്റെ മതില്. സ്തോത്രം. ആ മതിലിലൂടെ ദൈവവചനം ജനങ്ങൾക്ക് വായിക്കട്ടെ. ഞാൻ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രിയപ്പെട്ടവളോട് പറഞ്ഞു, എൻ്റെ സന്ദേശങ്ങളൊക്കെ ഇച്ചിരി കട്ടിയുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, പക്ഷെ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുകയില്ല. എങ്ങനെ കിട്ടുന്നു അങ്ങനെ തന്നേ പറ്റൂ, അല്ലെ എനിക്ക് അടിമടിച്ചു കിട്ടും. അതുകൊണ്ട് അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇങ്ങനത്തെ സർമൺ കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നെന്ന് പറയാനിടയായിരുന്നു. നോക്കുക, ദൈവം ശത്രുക്കളുടെ ആലോചനയെ എന്ത് ചെയ്തു? നിഷ്ഫലമാക്കി. സഹോദരങ്ങളെ, ശത്രുക്കളുടെ ആലോചനകളെ ദൈവം നിഷ്ഫലമാക്കും. ദൈവത്തിന്റെ പ്ലാൻ ഡെഫിനറ്റ്ലി സക്സസ് ആകും. ഈ വിൽ പ്ലാൻ ഒരിക്കലും അതിനകത്ത് എൻട്രി ചെയ്യാൻ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഈ വാക്യം നിങ്ങൾ ഉറക്കെ പറയുക. യെശയ്യാ 54:17 വേദപുസ്തകം തുറന്ന് എല്ലാവരും ഉറക്കെ വായിച്ചേ. അതിന്റെ 2 ലൈൻ ഉറക്കെ വായിക്കുക. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ടെ. സ്തോത്രം. ആമേൻ. നിനക്കെതിരായി എന്നുള്ള ആ വാക്യത്തിന്റെ അവിടെ നിങ്ങളുടെ പേഴ്സണലൈസ് ചെയ്ത് പറയണം. എനിക്കെതിരായി ഉണ്ടാക്കുന്ന നിങ്ങളെ അലട്ടുന്ന ഭീതി, നിങ്ങളെ അലട്ടുന്ന, ഞാൻ നിന്നെ ഒരു സ്ഥലത്ത് ദൈവം അയച്ചെങ്കിൽ ഒരു പർപ്പസോടെ ദൈവം അയച്ചിരിക്കുന്നത്. നിന്നെ കുടുംബത്തെ ഒരു ദേശത്ത് അയച്ചെങ്കിൽ ദൈവത്തിനൊരു പ്ലാനോടാ നിന്നെ അയച്ചിരിക്കുന്നത്. നിന്നെ നശിപ്പിക്കാൻ, നിന്റെ എല്ലാ നന്മകളെയും നശിപ്പിച്ചില്ലായ്മ ചെയ്യാൻ സാത്താൻ എത്ര ശ്രമിച്ചാലും ഞാൻ താഴ്മയോട് ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവം അയച്ചെങ്കിൽ ദൈവം നിന്നെ സ്ഥിരപ്പെടുത്തും. ദൈവം അയച്ചെങ്കിൽ ദൈവം നിന്നെ ഉറപ്പിക്കും. ദൈവം അയച്ചെങ്കിൽ ദൈവം നിന്നെ പണിത് പ്രയോജനപ്പെടുത്തും. ഏത് പാതാള ഗോപുരം അതിനെതിരെ എഴുന്നേറ്റ് വന്നാൽ ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എന്ന് തമ്പുരാൻ പറഞ്ഞെങ്കിൽ, നിന്നിലൂടെ പണിയാൻ ദൈവം ഉറപ്പ് തന്നെങ്കിൽ നീ ഇളകി മറിയുന്ന തിരയെ കണ്ട് നീ പേടിക്കണ്ട. ഇപ്പൊ മുക്കിക്കളയുമെന്ന് പറഞ്ഞ് നിനക്കെതിരെ ഉയരുന്ന തിരയെ കണ്ട് പേടിക്കണ്ട. ആട്ടി വിളിക്കുന്ന തിരയുടെ മീതെ പറഞ്ഞയച്ചവൻ വിടുതലുമായി വരുന്ന കാലൊച്ച നിന്റെ കാതിൽ കേൾക്കും. നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആത്മാവിൽ അല്പനേരം പ്രാർത്ഥിക്കാം. അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെല്ലാവരും കണ്ണുനീരോടെ സമർത്ഥനത്തോടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഭയപ്പെട്ടതിന്റെ മേൽ നിങ്ങൾക്ക് ജയം തന്നിരിക്കുക മാത്രമല്ല, ഭയപ്പെടുന്നതിനെ വെട്ടുവാനുള്ള അധികാരം പാരമ്പര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന, നിങ്ങളെ അങ്കലാപ്പിലാക്കുന്ന എല്ലാ തലങ്ങളുടെയും ലോകത്തെ ജയിച്ച ജയമോ വിശ്വാസത്താലാണ് അവർ വായുടെ വാളിന്റെ വായിക്ക് തെറ്റിയത്. വിശ്വാസത്താലാണ് അവർ രാജ്യങ്ങളെ പിടിച്ചടക്കിയത്. വിശ്വാസത്താലാണ് അവർ തീയുടെ ബലം കെടുത്തിയത്. വിശ്വാസത്താലാണ് അവർ സിംഹങ്ങളുടെ വായടച്ചത്. നിങ്ങളെ ഭയപ്പെടുന്ന പ്രവചന ശബ്ദങ്ങൾ കേൾക്കുന്നെങ്കിൽ അവരുമായി എന്റർടൈൻ ചെയ്യരുത്. ഈ വചനമെന്ന വാളെടുത്ത് ആത്മാവിന്റെ സർവായുധവർഗമെടുത്ത് ആത്മനിറവിൽ നിങ്ങൾ വെട്ടിത്തുടങ്ങിയാൽ നിന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്ന പൈശാചിക മണ്ഡലത്തിന്
പ്രിയരെ ആത്മാവിന്റെ അധികാരത്തോട് വചനമെടുത്ത് ഉപയോഗിച്ച് ആരാധിക്കുക. മന്ത്രവാദികൾ പറയുകയാണ്, ഈശാനിന്റെ മകനെ അവന്റെ അതരത്തിൽ വാക്കുകൾ അവനെ അന്ധനാക്കി മാറ്റി. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ അധികാരം ഒരു നോർമൽ പ്രയർ ലൈഫിൽ നിന്ന് ആത്മാവിന്റെ അധികാരത്തിന്റെ പ്രാർത്ഥനയുടെ തലത്തിലേക്ക് പ്രാർത്ഥിക്കാൻ ഉന്നതന്മാരുടെ മേലുള്ളത് അതിന്റെ മീതെ ജാതികളുടെ ആലോചന വ്യർത്ഥമാണ്.
ദൈവസന്നിധാനത്തിൽ നമ്മൾ അവൻ നിനക്ക് There is no wisdom. There is no insight against God. There is no plan that can succeed against the plan of God. Hallelujah. യേശുവിന്റെ നാമത്തിൽ എന്റെ വലങ്കയ്ക്ക് മുറുകെ പിടിച്ചിരിക്കുന്നത് നീ എനിക്കുള്ളവനെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ ഓമനപ്പുറത്തിൽ വിളിച്ചിരിക്കുന്നു തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നു തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിനക്ക് ചുറ്റും പട്ടാളമായിരിക്കുന്നു തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കുന്നു തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ രക്ഷിക്കുന്ന വീരനായി ഞാൻ നിന്റെ മധ്യയിരിക്കുന്നുവെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും ആത്മാവിൽ ശക്തി
കേൾവി, അനേകരുടെ കെട്ടുപോയ ധൈര്യം, നഷ്ടപ്പെട്ടുപോയ വീര്യം, നഷ്ടപ്പെട്ടുപോയ ആത്മവീര്യം തിരിച്ചു പിടിക്കുന്ന പകലാണ്. ജയത്തോടെ നടത്തട്ടെ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റർ ജെസ്സി സജീവ് പ്രാർത്ഥിക്കും. ബാക്കിയുള്ളവരെല്ലാം ശാന്തമായ ഉള്ളിൽ സ്തോത്രം ചെയ്ത് ജാഗരിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. പിതാവേ, നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവേ, വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ ടൈം സോണുകളിൽ നിന്ന് കർത്താവേ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവേ അടിയങ്ങൾക്ക് ഒരുക്കി നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുക കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവേ ഓരോ ദിവസവും കർത്താവേ അപ്പാ ഞങ്ങളെ കൂട്ടിവരുത്തി ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുക കർത്താവേ, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ ദാസനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ കരത്തിലേക്ക് പ്രിയദാസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അപ്പാ ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും കൂടെ ഇരുന്ന് കർത്താവേ ഇത്രത്തോളം ദൈവമേ അത്ഭുതകരമായി നടത്തിയതിനായി സ്തോത്രം കർത്താവേ. ദൈവമേ അവിടുത്തെ കൃപയുടെ മറവിൽ അവിടുന്ന് വീണ്ടും സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ായിട്ട് സ്തോത്രം ചെയ്യുന്നതിന് മകളെ അനുഗ്രഹിക്കുമാറാകണമേ. ശരീരാത്മദേഹികളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സൂക്ഷിക്കണമേ കർത്താവേ. ധനമായി കൊടുത്തിലേക്ക് സമർപ്പിക്കുക കർത്താവേ, സ്തോത്രം. അവിടുന്ന് സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. ദൈവത്തിന്റെ കരത്തിൽ അവിടുന്ന് വഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവത്തിന്റെ വേലക്കേറെ പ്രയോജനമുള്ളവരായി കർത്താവേ ഈ ദിവസങ്ങളിൽ ദൈവമേ കൂടുതലായി ദൈവം ശക്തീകരിച്ച് കർത്താവേ നടത്തുന്ന വഴികൾക്കായി സ്തോത്രം കർത്താവേ. പാദങ്ങൾക്ക് വേണ്ടി കർത്താവേ സമയങ്ങളെ വേർതിരിച്ച് കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടുന്ന ദൂരങ്ങളും ആലോചനകളും കർത്താവേ നിന്റെ ദാസനെ കർത്താവ് വരമേൽപ്പിക്കുന്നതായിട്ട് സ്തോത്രം കർത്താവേ. ഈ ദിവസങ്ങളിൽ ദൈവമേ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ ഉള്ളിലെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവിടുത്തെ ആത്മാവിന്റെ അത്യന്ത ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരെയും പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ഓരോരുത്തരുടെ വിടുതലിനായി അനുഗ്രഹത്തിനായി മാറ്റണമേ. ഞങ്ങളായിരിക്കുന്ന കുടുംബങ്ങളുടെ അനുഗ്രഹത്തിനായി മാറ്റണമേ കർത്താവേ. ഞങ്ങളായിരിക്കുന്ന ദൈവസഭകളുടെ അനുഗ്രഹത്തിനായി മാറ്റണമേ കർത്താവേ. ഞങ്ങളായിരിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ അനുഗ്രഹത്തിനായി മാറ്റണമേ. ഞങ്ങളായിരിക്കുന്ന സ്റ്റേറ്റുകളുടെ, പ്രോവിൻസുകളുടെ, രാജ്യങ്ങളുടെ അനുഗ്രഹത്തിനായി കർത്താവേ അവിടുത്തെ ഉപയോഗിക്കണമെന്ന് കർത്താവേ. ദാസൻ നിന്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന സമയങ്ങളൊന്നും പ്രധാവലല്ലോ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുന്ന സമയങ്ങളൊന്നും പ്രധാവലല്ലോ കർത്താവേ. അപ്പാ ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ വിത്തുപോലെ മുളയ്ക്കുവാൻ കർത്താവിൻ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം ഡിസിപ്ലിൻ ചെയ്യുവാൻ കർത്താവേ കർത്താവേ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളുടെ കർത്താവേ അവിടുത്തെ ഉപദേശപ്രകാരം ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തണമേ കർത്താവേ. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ കർത്താവേ ഞങ്ങൾ ആത്മാവിൽ ശക്തി പ്രാപിച്ച് കർത്താവ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പർപ്പസിലേക്ക് കർത്താവേ ഞങ്ങൾ നടക്കുവാൻ കർത്താവേ ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ. ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ അവിടുന്ന് സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ, ദീർഘായുസ് കൊടുക്കണമേ, ആരോഗ്യം കൊടുക്കണമേ കർത്താവേ. ദൈവത്തിന്റെ കൃപയുടെ മറവിൽ സൂക്ഷിക്കണമേ, ഉള്ളം കരത്തിൽ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കരത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും ചേർന്ന് ആശീർവാദം പറയണം.
സെമിനാരി വിദ്യാർത്ഥികൾ എല്ലാവരും ആശീർവാദം പഠിക്കണം. ആ വാക്യമെന്ന് ഞാൻ പല ആവർത്തി നിങ്ങളോട് ഓർപ്പിച്ചു. 2 Corinthians ലാസ്റ്റ് ചാപ്റ്റർ ഗോഡ്സ് വേഴ്സ്. എല്ലാവരും ചേർന്ന് ആശീർവാദം പറഞ്ഞാട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹവും ഞാൻ പറയുന്ന സഹോദരന്മാരുടെ മീറ്റിംഗൊക്കെ നിങ്ങള് കാണാതെ പറയണം. ഓക്കെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്യുമായിരുന്നു നമ്മുടെ ഈ ഫാസ്റ്റിങ്, നമ്മുടെ ഈ വചനധ്യാനത്തിന്റെ ഈ 40 days വചനധ്യാനത്തിന്റെ 10 ദിവസം പിന്നിട്ടതേ ഉള്ളൂ. ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചുമ്പോൾ പല മീഡിയയിലൂടെ അതിന്റെ ലിങ്ക് കണ്ടവർ 10,000 ആളുകളാണ് ഞാൻ ഇന്നലെ കണ്ടത്. എത്രമാത്രം ആളുകൾക്ക് ദൈവവചനം, പ്യൂറായിട്ടുള്ള ദൈവവചനം കേൾക്കുമ്പോൾ അതിനായി ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് ഞാൻ ഇന്നലെ രാത്രി 2 മണിയായപ്പോൾ ഞാൻ കരഞ്ഞുപോയി കണ്ടു. ഇടാതിരുന്നെങ്കിൽ ഇത്ര സങ്കടമായി പോയത്. പലരും എനിക്ക് മെസ്സേജ് ഇട്ടു. അത് ഞങ്ങൾ പലർക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. യൂട്യൂബിന്റെ ലിങ്ക് എടുത്ത് പലർക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, പല ഗ്രൂപ്പുകളിൽ ഇടുന്നുണ്ട് എന്ന്. നിങ്ങൾക്കും അത് ചെയ്യാം. ഷെയർ ടു എവറി ഫ്രണ്ട്സ് ആൻഡ് എവറി നിങ്ങളുടെ ആ ഗ്രൂപ്പുകളിലൊക്കെ എടുത്തിട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥനയുടെ ശക്തി എന്നൊരു ക്യാപ്ഷനിൽ ഞാനത് ഇട്ടിട്ടുണ്ട്. ഇന്നലെ ധൈര്യപ്പെടുത്തുന്ന ദൈവം എന്നുള്ള ക്യാപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരിക്കൽ മാത്രം കേട്ടിട്ട് പോകാതെ എനി ടൈം യൂട്യൂബിൽ അത് അവൈലബിൾ ആണ്. നിങ്ങൾക്കൊരു സെർമൺ പ്രിപ്പയർ ചെയ്യേണ്ടി വരുമ്പോൾ, എസ്പെഷ്യലി ബുക്ക് ഓഫ് നെഹമ്യാവിൽ നിന്ന് ഓക്കെ ധാരാളം സെർമണുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. നമുക്കറിയാം നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ തീർന്നിട്ടില്ല, പക്ഷേ മോർ ദാൻ 18 സെർമണോട് കൂടുതൽ ആ പുസ്തകത്തിൽ നമ്മൾ ഓൾറെഡി ആയിക്കഴിഞ്ഞു. സോ ഡീപ്ലി സ്റ്റഡി എവരി വൺ ദ വേർഡ് ഓഫ് ഗോഡ് വെരി സിസ്റ്റമാറ്റിക്കലി, പ്രയർഫുള്ളി, ഫിയർഫുള്ളി. ഓക്കെ, കർത്താവിന് വേണ്ടി നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഷൈൻ ചെയ്യുക. ദൈവം സഹായിക്കട്ടെ. ഫിസിക്കലി എനിക്ക് ഇച്ചിരി ക്ഷീണമൊക്കെ ശാരീരികമായിട്ടൊക്കെ ഉണ്ടെങ്കിലും അസ്വസ്ഥതകളൊക്കെ എൻ്റെ ശരീരത്തുണ്ടെങ്കിലും വർക്കിലോട് വളരെ കൂടുതലാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവ് നിങ്ങളെ എവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ വിളിച്ചാൽ ഈവനിങ്ങിൽ 9 o'clock നമുക്ക് വീണ്ടും കാണാം. അതുവരെയും പ്രാർത്ഥനയുടെ കരങ്ങളിൽ നമുക്ക് പരസ്പരം ആയിരിക്കാം. നിങ്ങൾ പ്രാപിച്ചതൊന്നും വെറുതെ കൊണ്ട് വഴക്കും വലിച്ചാനും കലവും ഒന്നും ഇട്ട് നശിപ്പിച്ചു കളയരുത്. പ്രാപിച്ച ദൈവകൃപ ചോർന്നു പോകാതെ വളരെ ദൈവഭയത്തോടെ, ഒന്ന് വളമാകുമ്പോഴാണ് മറ്റൊന്ന് കിളിർക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ മാതിരി അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. അതുകൊണ്ട് വളരെ വില കൊടുത്താണ് നിങ്ങളുടെ മേൽ ഇത് കർത്താവ് പകരുന്നത്. അതുകൊണ്ട് അതിന്റെ വാല്യൂസ് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കി വേണ്ടി അധികം ശോഭിപ്പാൻ ദൈവാത്മാ ഇടയാക്കട്ടെ. ഈ പഠനങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ ചിലരെ കൂടെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഒരു ടീമോ ഒരു പ്രയർ സെൽ ഗ്രൂപ്പ് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഏറ്റവും സ്നേഹിക്കുന്ന സഹോദരിമാർ, 2 സഹോദരിമാർ ആണെങ്കിൽ നിങ്ങൾ 2 സഹോദരിമാരെയും കൂടെ നിങ്ങൾ പ്രാർത്ഥിച്ച് നേടി ഒരു അരമണിക്കൂറാണെങ്കിലും ഒരുമിച്ച് തയ്യാറാണെങ്കിലും അത് 10 പേരാകട്ടെ 12 പേരാകട്ടെ, അങ്ങനെ സ്മോൾ ഗ്രൂപ്പുകളെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വിശ്വാസമുള്ള, ദൈവസ്നേഹമുള്ള, ആത്മഭാരമുള്ള, പ്രാർത്ഥനാ ജീവിതമുള്ള, വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്നവരുമായിട്ട് മാത്രമേ. കുറെ പേരെ ആള് കൂട്ടിട്ട് കാര്യമൊന്നുമില്ല. ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് പറയും, ഇന്നാരെ നീ വിളിക്കുക. ഓക്കെ, നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു അരമണിക്കൂർ സമയം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു നിങ്ങൾ വളരെ പ്രാർത്ഥിച്ചിട്ട്, സ്തോത്രം, നിങ്ങളുടെ ചർച്ചിൽ തന്നെ ഉള്ളവരെ ആയിരിക്കും നിർബന്ധമില്ല. സ്തോത്രം, നിങ്ങളുടെ സ്നേഹിതർ ചിലപ്പോൾ സമുദായക്കാരായിരിക്കും, പക്ഷെ ഇവഞ്ച്വലി അവർ കർത്താവിലേക്ക് വരാനിടയായിരിക്കും. നിങ്ങളിൽ നിന്നും കർത്താവ് നിറച്ചിരിക്കുന്ന മറ്റൊരിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടാനായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്. സോ അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും, ദൈവവചനം പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും പ്രാക്ടിക്കൽ മിനിസ്റ്ററുകളുടെ ബന്ധത്തിൽ 1 or 2 സ്മോൾ ഗ്രൂപ്പുകൾ പ്രയർ സെല്ലിന് വേണ്ടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 2 പേരെ ദൈവം എഴുന്നേൽപ്പിക്കുക. അത് നിങ്ങൾക്കൊരു മതിലായി മാറും. ഓക്കെ, everyone. See you in the evening. എനിക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. വാട്സപ്പ് നമ്പർ അറിയാമല്ലോ, 902040
6080. I repeat, 9020406080. രാജ്യത്തിന്റെ കോഡ് അടിക്കുക. God bless you.